സുബ്ഹാനല്ലാഹ്. അതെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറ് നിങ്ങളെ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞു ജാറം കെട്ടിപ്പടുക്കലും മറ്റും ജൂത നടപടിയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വെല്ലുവിളിച്ചു. എന്റെ വെല്ലുവിളി എന്തായിരുന്നു? മദീനത്തെ ജാറം ജൂതന്മാരുടേതാണോ മൗലവി? അതൊന്ന് വെച്ചുകൊടുത്താ മോനെ. ജൂത ക്രിസ്ത്യാനികളുടെ നടപടിയാണ് ജാറം. ഓ ഹുസൈൻ സലഫി, ഓ ഹുസൈൻ സലഫി, ധൈര്യണ്ടോ സൗദി അറേബ്യ പോയിട്ട് മദീനത്ത് പോയിട്ട് ഈ ജാറം ജൂതന്മാരാണെന്ന് പ്രസംഗിക്കാൻ ധൈര്യണ്ടോ സലഫി? ഏറ്റവും വലിയ ജാറം, ഏറ്റവും ബഹുമാനമുള്ള ജാറമാണ് മദീനത്തെ പള്ളിയോട് വെച്ചുള്ള ജാർ. അത് ജൂതന്മാരല്ലേ? ജൂതന്മാരാണോ ജാറം? അല്ലേ? നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചതാ. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമേ. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും. മൂപ്പര ഫത്വ ചേട്ടിയില്ല ഫത്വ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരാണോ മൗലവി? ഈ മൗലവിയെ നാദാപുരത്ത് കൊണ്ടുവരുന്നവർ പറയണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മദീനത്ത് പോയിട്ട് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? ആ പച്ചക്കുബ്ബയുള്ള ജാറം ജൂതന്മാരുടേതാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അത് ജൂതന്മാരുണ്ടാക്കിയതാണോ? ഈ അർത്ഥത്തിൽ ഞാൻ ചോദിച്ചു. അത് ചോദിച്ചപ്പോ മൗലവിണ്ട് എന്നെ വെല്ലുവിളിക്കുന്നു. അതൊന്ന് കേട്ടോളി. വെല്ലുവിളി ഞാൻ നേരിടുന്നു, കേട്ടോളി. ആണ് നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. മദീനയിൽ പോയി സംസാരിക്കാൻ തയ്യാറാണ്. അവിടെയും ഇവിടെയും ഇരുന്ന് നിങ്ങളെപ്പോലെ സ്വകാര്യ റൂമെന്നല്ല, അവിടെ പോയിട്ട് മദീനയിലെ അവിടുത്തെ ഔദ്യോഗികമായ ഭരണകൂടത്തിന്റെ സമ്മതപത്രത്തോടെ പ്രസംഗിക്കാൻ തയ്യാറാണ്. മദീനയിൽ അത് കേൾക്കാൻ വരാൻ പേരോട് തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുന്നു, വരണം. ഞാൻ റെഡി. പെർമിറ്റ് കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തൂ മൗലവി. ഞാൻ 1000 പ്രാവശ്യം റെഡി. ഇനി മൗലവി എന്താ പറയുന്നത്? മൗലവി എന്നെ ഇങ്ങോട്ട് തിരിച്ചൊരു വെല്ലുവിളി. അത് കൂടി കേൾപ്പിക്കുമോനെ. നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇസ്ലാമികമാണെന്ന് മദീനയിൽ വെച്ച് പ്രസംഗിക്കാൻ പേരോടിനെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. പെർമിറ്റ് കൊണ്ടുവാ. ഇനി കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അതേ മൗലവി ചോദിക്കുന്ന മദീനയിൽ എവിടെയാ ജാറോൻ? അതായത് കേൾപ്പിക്കുന്നത്. അത് ചോട്ടാ പോലെ കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, മദീനയിലെവിടെയാ ജാറും? മദീനയിൽ ജാറുണ്ടോ? മുജാഹിദീങ്ങളോട്. മുജാഹിദീങ്ങളെ ഇല്ലേ? മൗലവി നോക്ക് നോക്ക് നോക്ക്, എവിടെ ജാറോന്നോ നോക്ക്. മൗലവി നോക്ക്, ജാറം നോക്ക്, പച്ചക്കുബ നോക്ക്. ഇനി മൗലവിന്റെ കഥ കേൾക്കണോ? മൗലവി എന്നാ എന്റെ മുന്നിൽ സമ്മതിക്കുന്നത് കേട്ടോ ജാറാണ് എന്ന് വെച്ചു കൊടുക്കുവാനെ. നിങ്ങൾ കാണിക്കുന്ന ഒരു കുബ്ബ ഞാൻ പറഞ്ഞില്ലേ, അത് ആരുണ്ടാക്കിയതാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു കേട്ടോ. നിങ്ങൾ കാണിക്കുന്ന ഒരു കുബ്ബ, അവിടെ അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നു. അതിന്റെ പേരാ മൗലവി ജാറം. മനസ്സിലായില്ലേ?